നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ? നമ്മുടെ മൽബറിയുടെ അച്ചാറാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയത്, പക്ഷേ അതൊരു 10-12 മൽബറിക്കേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും മൽബറിക്ക തിന്നാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇത് അച്ചാറിടാനും സൂപ്പറാണ്. കുറേ നിപ്പുണ്ട് കേട്ടോ. വിളഞ്ഞ എല്ലാം പറിച്ചു. പഴുത്തതിനാണ് നമുക്ക് ഇത് കിട്ടുന്നത്, അതായത് നല്ല മധുരം കിട്ടുന്ന അച്ചാർ. നമ്മുടെ ഈന്തപ്പഴ അച്ചാറല്ലേ, കഴിഞ്ഞ ആഴ്ച ഇട്ട അച്ചാർ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ചപ്പാത്തി കഴിക്കാൻ എന്താ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയതോടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ഇപ്പം അച്ചാറിൻ്റെ കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൽബറിക്ക പറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തത്, പിന്നെ കറിവേപ്പില, പിന്നെ മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, കടുകും കായവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന കായമാണ്. ഇത് പക്ഷേ നല്ലതാണ് സാമ്പാറിനകത്തൊക്കെ ഇടാൻ. പക്ഷെ കുറച്ച് സമയം എടുക്കും, എണ്ണയ്ക്കകത്തൊക്കെ വറുത്തെടുത്തത് പൊടിച്ച് ഇടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം പൊടിക്കായമാണ്. പിന്നെ ഇതേ നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് കടുകിടാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിങ്ങനെ ഇളക്കുക. സാധാരണ നമ്മൾ എല്ലാ അച്ചാറിടുന്ന പോലെ ഇട്ടാൽ മതി. പിന്നെ മൽബറിക്ക ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഒരു നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് മസാലസൊക്കെ ഇട്ട് തുടങ്ങണം. കാരണം അതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് മസാലയൊക്കെ ചേർക്കാം. ഇപ്പം മുളക് പൊടി ഒരു 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്, ഇതിനൊരു 2 സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഒരു നുള്ളു മതി. പിന്നെ കായപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പം മസാല കരിയാതിരിക്കാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിലോട്ട് ഈ മൽബറിക്ക ഇടാം. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അച്ചാർ ഇതിനകത്തോട്ട് പകർന്നു വെക്കാം. എല്ലാം കറക്റ്റാണ്. നമ്മുടെ മൽബറി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, കഞ്ഞി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. ഉച്ചക്കത്തെ നമ്മുടെ ഊണിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അത് കാണത്തുള്ളൂ. ഇതൊന്ന് പഴകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.